ഹലോ, ഇറ്റ്സ് മീ സാല ഷഹീൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിനാണ്. കണ്ണൂർ പോവാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ണൂർ ഫാമിലി വെഡ്ഡിങ്ങിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഡ്രസ്സൊക്കെ നോക്കണം. പിന്നെ അതേപോലെ ഗോൾഡ് മലബാറിൽ നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കിട്ടുമോയെന്നറിയില്ല, നോക്കാം. കിട്ടണം, കിട്ടിയേ പറ്റൂ, എന്താ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ആ ഒരു വ്ളോഗാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുൾ വീഡിയോനെ കണ്ടു നോക്കുക, ഈ വ്ളോഗ് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഫാമിലി വെഡ്ഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഗൗണും പിന്നെ ലെഹങ്കൊക്കെ ഉള്ള ഒരു സെക്ഷനിലാണ് വന്നത്. അപ്പോൾ കുറേ നോക്കി, പക്ഷേ നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന ടൈമാണ് അവർ വേറൊരു ടൈപ്പ്, അതായത് ലെഹങ്കയൊക്കെ ഷ്രഗായിട്ടുള്ള ടൈപ്പ്, നമുക്ക് കളറും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഇറങ്ങുന്ന ടൈമാണ് ആ ഒരു മോഡൽ എടുത്തു തരുന്നത്. അങ്ങനെ അതന്നെ നമ്മൾ എടുത്തത്. അപ്പോൾ ഡ്രസ്സും ഷൂവും പിന്നെ മാല ഇതൊക്കെ എല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാം മാച്ചായിട്ട് തന്നെ അവിടെ നിന്ന് തന്നെ കിട്ടിയതുകൊണ്ട് നല്ലതാണ്. നമ്മൾ വേറെ ഷോപ്പിലൊന്നും പോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഫാമിലി വെഡ്ഡിങ്ങിൽ അതാണ് നമുക്കെല്ലാം എളുപ്പത്തിൽ വാങ്ങാൻ പറ്റൂ. അതായത് ഷൂ എല്ലാം അവിടെ തന്നെ ഉള്ളതുകൊണ്ട്. ഷോപ്പിൻ്റെ ശരിക്കും പേരെന്ന് പറയുന്നത് ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഹാമ്പേഴ്സൊക്കെ വീട്ടിലെത്തിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഹാമ്പറൊക്കെ ചെയ്തത് പുതിയരുന്നാണ്. ഹാമ്പേഴ്സ് ചെയ്ത് അവരുടെ ഇൻസ്റ്റാ പേജ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ വേണ്ടവരെല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല തന്നെയാണ്, മോശമൊന്നുമില്ല. പിന്നെ ഡ്രസ്സ് ഇത് എൻഗേജ്മെൻറ്റിൻ്റെ ദിവസമാണ്, രാവിലെയാണ്. 2 വീഡിയോ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഷോർട്ട് വീഡിയോയിലുള്ളൂ ആ ഒരു പർച്ചേസിങ് വീഡിയോ. അപ്പോൾ അത് മാത്രമായിട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 2 ഒരുമിച്ച് ഇടുന്നത്. പിന്നെ ഡ്രസ്സ് അയൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡ്രസ്സ് എടുത്തത് പഴയങ്ങാടിയിൽ നിന്നാണ്. പഴയങ്ങാടി ബി ബൊട്ടീക്കിൽ നിന്ന് എടുത്താണ്. എൻ്റെയും ഉമ്മാൻ്റെയും ഇത്താത്തൻ്റെയും 3 അവിടെ നിന്ന് തന്നെ എടുത്തത്. ഞാനും ഇത്താത്തയും സെയിം ഡ്രസ്സാണ്, കളർ ചേഞ്ച്. ഓറഞ്ച്, ഞാൻ ഈ ഒരു ബ്ലൂ കളറ്. ഉമ്മ വൈറ്റാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണാൻ പറ്റും. പർച്ചേസിങ് വീഡിയോ വേറെ സെപ്പറേറ്റ് ചെയ്യേണ്ട. അപ്പോൾ അതത്രയേ ഉള്ളൂ, അധികം ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. കാരണം എൻ്റെ ഫോണ് ഡിസ്പ്ലേ പോയിട്ട് ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇത്താത്തന്നെ ഫോണിൽ നിന്ന് എടുക്കുന്നുണ്ടായേ. അപ്പോൾ അധികം പ്രത്യേകിച്ച് എല്ലാം ഷോർട്ടാക്കിയിട്ട് ജസ്റ്റ് എടുത്തേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 2 ഒരുമിച്ചാക്കിയത്. എൻഗേജ്മെൻറ്റിന് വീഡിയോ അധികമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് വീഡിയോ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്നുള്ളൂ. പിന്നെ ഡ്രസ്സ് അയൺ ചെയ്തിട്ട് നമ്മളൊരു 11:30, 12:30, 1 മണി ആ ഒരു ടൈമിലാണ് അവിടേക്ക് പോകുന്നത്. എൻഗേജ്മെൻറ്റിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഡ്രസ്സ് പൊതുവേ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ തലേന്ന് തന്നെ അയൺ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് തിരക്കിൽ തലേന്ന് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അയൺ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ രാവിലെ നേരത്തെ തന്നെ എണീച്ചിട്ട് അയൺ ചെയ്യലും പിന്നെ മോനിക്ക് ഫുഡ് ഉണ്ടാക്കണം, ജ്വല്ലറിയൊക്കെ എടുത്ത് വെച്ച്. എന്താണ് എൻ്റെ കല്യാണത്തിന് സമയത്തുള്ള ഒരു കമ്മലുണ്ടായിരുന്നു, അതാണ് അന്ന് ഇട്ടത്. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഗോൾഡൊക്കെ തന്നെയാണ്. ഫാൻസി ആയിട്ട് പ്രത്യേകിച്ച് അധികമൊന്നും ഇട്ടില്ല. വള സിമ്പിളായിട്ട് തന്നെ, എല്ലാം അങ്ങനെ സിമ്പിളായിട്ട്. മോനെ എടുക്കുന്നതുകൊണ്ട് വളയൊന്നും ഇട്ടാൽ മോൻ്റെ മേത്ത് കുത്തു വിചാരിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യൽ കുറവാണ്. റിങ് ഇടാറുണ്ട്. റിങ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഫാൻസി പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല, ഗോൾഡ് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ മോൻ്റെ ഡ്രസ്സും പിന്നെ തൊട്ടിലൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിന്, അതൊക്കെ ആറിയതാണ്. മോൻ്റെ ഡെയിലി വാഷ് ചെയ്യാറുണ്ട്, അതായത് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഡെയിലി വാഷ് ചെയ്യാറുണ്ട് വരാറുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ ചെയ്തു. അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ മോൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഇതൊരു ജംപ് സ്യൂട്ടാണ്, ബോയൊക്കെ ആയിട്ടുള്ളത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാക്കിറ അന്നേരം മോനെ കാണാൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. വേറെയും ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന്, അതിലുണ്ടായതാണ്. അപ്പോൾ ഈ ഡ്രസ്സാണ് മോനിക്കിപ്പോൾ ഇടുന്നത്. നല്ല ഭംഗിയുണ്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിന്. പിന്നെ എന്ന് പേരുള്ള ഒരു മെഹന്തി ട്രൈ ചെയ്തിട്ടുണ്ടായിന്. അവരെന്നെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നിട്ട് ഷോപ്പിൽ നിന്ന് തന്നാണ്. ഫസ്റ്റ് ടൈം വാങ്ങിച്ചാണ്. എന്ന് പറയുന്നത് മർവാദി മെഹന്തിയാണ് പേര്. ഈ മെഹന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്താത്തൻ്റെ മോൾക്ക് പൊതുവെ ഏത് മെഹന്തി ഇട്ടാലും ആ ഒരു ഡിസൈനിൽ പൊന്തി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു മെഹന്തി ഇട്ടപ്പോൾ അത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാണ്ട് പ്രൊമോഷനും വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകാൻ ഇറങ്ങി. എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു ട്രാവലറും 3 കാറുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞാനാണ് ഈ വണ്ടി എടുത്തത്.
ബ്ലാക്ക് വണ്ടി അവരെടുത്ത വീഡിയോ ആണ്, അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്താണ്. അങ്ങനെ ബൊക്കെ കൊടുത്തു, കേക്കൊക്കെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഷോർട്ട് വീഡിയോ എടുത്തുള്ളൂ. മാല കെട്ടിക്കൊടുക്കുന്നത് ഉമ്മയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡ് ഒരുപാട് ഐറ്റംസ് ഫുഡ് ഉണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ അടുത്ത് മോന് കരച്ചിലൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. പുഡിങ്ങൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫ്ലേവറിലുള്ള പുഡിങ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ വോയിസ് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ തൊണ്ടവേനൊക്കെയാണ്. പിന്നെ ഫോണ് കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ വീഡിയോ ഇടാൻ കുറേ ഡിലേ ആയി. അപ്പോൾ ഈ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ കുറേ ഡിലേ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വോയിസിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.